ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം കേരള നവോത്ഥാനമാണ്. കേരള നവോത്ഥാനത്തിൽ നമുക്ക് ഒരുപാട് നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സിലബസിലുള്ള അതേ രീതിയിൽ തന്നെ ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. ഒരുപാട് PSC എക്സാമുകളിൽ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീനാരായണ ഗുരു ജനനം 1856 ഓഗസ്റ്റ് 20 ജന്മസ്ഥലം ചെമ്പഴന്തി. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് വയൽവാരം വീട്. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ശ്രീനാരായണ. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃഗൃഹം ഇലഞ്ഞിക്കൽ വീടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യകാല ഗുരു കണ്ണങ്കര മുത്തപ്പിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു ഗുരുക്കന്മാരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ, തൈക്കാടയ്യ എന്നിവർ. അദ്ദേഹത്തിനെ തൈക്കാടയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തിയത്, അതായത് ശ്രീനാരായണ ഗുരുവിനെ തൈക്കാടയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമികളായിരുന്നു. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാടയ്യ ആയിരുന്നു. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വ മലയിലെ ഗുഹയായിരുന്നു പിള്ളത്തടം ഗുഹ. മരുത്വ മല സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ജില്ല കന്യാകുമാരി ജില്ല. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. 1911 തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി അവരോധിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവായിരുന്നു. 1881 അദ്ദേഹം അഞ്ചുതെങ്ങിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. ഓരോ ക്ഷേത്രങ്ങളോടൊപ്പവും പള്ളിക്കൂടങ്ങളും വേണമെന്ന് അദ്ദേഹം ഉദ്ഘോഷിച്ചു. അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി അദ്ദേഹം നിലകൊണ്ടു. 1905 കൊല്ലത്ത് കാർഷിക വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാനൊക്കെ അദ്ദേഹം നിർദ്ദേശിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ശ്രമിച്ച ഒരു നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതായത് SNDP, ഇതിൻ്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവായിരുന്നു. ഇത് സ്ഥാപിച്ച വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1903 മെയ് 15 SNDP സ്ഥാപിതമായ വർഷം 1903 മെയ് 15. ഈ SNDPയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ്. ഇതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. ആദ്യ സെക്രട്ടറി, SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. അപ്പോൾ SNDP സ്ഥാപിച്ചത് 1903 മെയ് 15 SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. ഇതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ ആയിരുന്നു. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയായിരുന്നു വാവൂട്ട് യോഗം. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെട്ടിരുന്ന സമിതി സംഘടന വാവൂട്ട് യോഗമാണ്. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം 1898 ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാലാണ്.
SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷം 1904 മെയ് 13 വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാനായിരുന്നു. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണമായിരുന്നു വിവേകോദയം. വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദരസൂചകമായിട്ടാണ്? സ്വാമി വിവേകാനന്ദൻ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം എന്നാണ്. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്നത് N. കുമരനായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത്, ടാഗോർ സന്ദർശിച്ച വർഷം ഏതായിരുന്നു? 1922 നവംബർ 22 ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു CF ആൻഡ്രൂസ്. ശ്രീനാരായണ ഗുരു തിരുവണ്ണാമലയിൽ പോയി സന്ദർശിച്ച സന്യാസിയായിരുന്നു രമണ മഹർഷി. ഭൗതികമായ ഔന്നത്യമുള്ള മഹാത്മാവ് എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രമണ മഹർഷിയായിരുന്നു. രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ഗുരു രചിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം. അടുത്തതായി നമുക്ക് അദ്വൈതാശ്രമത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷമായിരുന്നു 1913. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏതായിരുന്നു? 1913. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര എന്നതായിരുന്നു. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാറാണ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924 ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. അദ്ദേഹത്തിൻ്റെ ശ്രീലങ്ക സന്ദർശനം നടത്തിയ വർഷം 1918 ശ്രീനാരായണ ഗുരു ഒരുപാട് നേതാക്കന്മാരെ കണ്ടുമുട്ടിയ വർഷം എക്സാമിന് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി ഇവരുടെ മീറ്റിംഗ് 1882 അണിയൂർ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കുമാരനാശാൻ 1891 കായിക്കര. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പു 1895 ബാംഗ്ലൂർ. ശ്രീനാരായണ ഗുരു അയ്യങ്കാളി 1912 ബാലരാമപുരം. ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദൻ 1914 ആലുവ. ശ്രീനാരായണ ഗുരു രമണ മഹർഷി 1916 തിരുവണ്ണാമലൈ. ശ്രീനാരായണ ഗുരു ടാഗോർ 1922 ശിവഗിരി. ശ്രീനാരായണ ഗുരു ഗാന്ധിജി 1925 ശിവഗിരി. അപ്പോൾ ഇതിൽ ശ്രീനാരായണ ഗുരു ടാഗോർ, അതുപോലെ ശ്രീനാരായണ ഗുരു ഗാന്ധിജി, ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ഒക്കെ ഒരുപാട് തവണ എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്, അതൊന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണെങ്കിൽ അത് രാമപുരത്ത് വാര്യരാണ്, അതൊന്ന് ഓർത്ത് വെക്കുക, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904 ഗുരു ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് 1928 ജനുവരി 9 ശ്രീനാരായണ ഗുരു മഹാസമാധിയായ സ്ഥലം ശിവഗിരിയാണ്. ഗുരു മഹാസമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ള. ഗുരു സമാധിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 72 വയസ്സായിരുന്നു. ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും ഗുരു തന്നെയാണ്. ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഇത് ഗുരു സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനു സുഖത്തിനായി വരയണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകം. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാരപ്പതികങ്ങൾ. ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്.
ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് P.A. ബക്കർ. ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരൻ. ഇത്രയൊക്കെയാണ് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊന്നും തന്നെ വിട്ടുകളയാനില്ല. ഈ ഭാഗങ്ങൾ മൊത്തം എല്ലാവരും പഠിച്ചെടുക്കുക. നിങ്ങൾക്കറിയാത്ത പോയിൻ്റൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്